ഹലോ ഗൈസ്, വെൽക്കം ടു ഡേ ഇൻ മൈ ലൈഫ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ഇടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഒരു സൺഡേ ആണ്, പ്രത്യേകിച്ച് വലിയ പണിയൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇതിലാകുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മന്തി ഉണ്ടാക്കുന്നുണ്ട്. മന്തി എന്ന് പറഞ്ഞാൽ പെരി പെരി മന്തിയാണ് കേട്ടോ. കുറച്ച് സ്പൈസ് ഇഷ്ടമുള്ളവർക്ക് മാത്രമാണ്. പിന്നെ രാവിലെ എണീച്ച് ഞാൻ എൻ്റെ പറമ്പൊക്കെ കാണിച്ചിട്ടുണ്ട്. സാധാരണ ഞാൻ ജനൽ തുറക്കാറ് പോലുമില്ല. പിന്നെ നിങ്ങൾ പറമ്പൊക്കെ ഇട്ടിട്ട്, അത് എൻ്റെ പറമ്പല്ല കേട്ടോ, അപ്പുറത്തെ വീട്ടിലെ പറമ്പാണ്. പിന്നെ ഞാൻ പല്ലൊക്കെ തേച്ച് പിന്നെ ഞാനിപ്പോൾ ഈ ഒരു കുപ്പിയിലാണ് ഞാൻ വെള്ളം നിറയ്ക്കാറ്. ഇതിൻ്റെ ഉള്ളിൽ കുടിച്ചാൽ മാത്രമേ ഞാൻ ഫുള്ള് കുടിച്ച് ഒരു 2 ലിറ്റർ 1 ലിറ്റർ എന്തായാലും ഇതിലാക്കി ഞാൻ കുടിക്കും. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഉച്ചയ്ക്ക് മന്തി ആയതുകൊണ്ട് രാവിലെ ഞാൻ ലൈറ്റായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സലാഡ് എന്ന് വെച്ചാൽ കുക്കുംബർ, ക്യാപ്സിക്കം, പിന്നെ മറ്റേ വെളുത്ത കടല, അതൊക്കെ വെച്ചിട്ടുള്ളൊരു സലാഡ്. നോർത്ത് ഇന്ത്യൻ ടച്ചിന് വേണ്ടി ഞാൻ ചാറ്റ് മസാലയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ എണ്ണ വെട്ടാമെന്ന് വിചാരിച്ചു. സൺഡേ എന്തായാലും എണ്ണ പുരട്ടി ഷാമ്പു ഇടുന്ന ദിവസമാണ്. അപ്പോൾ ഈ ഒരു എണ്ണ എന്ന് പറഞ്ഞാൽ റോസ്മേരിയും പിന്നെ വേപ്പിലയും അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു എണ്ണയാണ്, കാച്ചിയ എണ്ണയാണ്. നല്ലതാണ്, അടിപൊളിയാണ്. ഇനി നമ്മുടെ മന്തി പ്രിപ്പറേഷനിലേക്ക് നമുക്ക് സ്റ്റാർട്ടാക്കാം. ആദ്യം ഞാൻ അയച്ചത് റൈസ് ബ്രാൻ ഓയിലാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആദ്യം നമ്മൾ മസാലയാണ് ഉണ്ടാക്കണേ, ഈ മന്തിയുടെ മസാലയാണ്. അത് കഴിഞ്ഞിട്ട് തക്കാളി എടുത്ത് വാട്ടാം. തക്കാളിയുടെ ഒപ്പം തന്നെ നമ്മൾ കുറച്ച് വെളുത്തുള്ളിയും സവാളയും അതെല്ലാം കൂടി ഇട്ട് വാട്ടണം. പക്ഷേ ഇത് എണ്ണയിലേക്ക് ഇടുമ്പോൾ തന്നെ കുറച്ച് പൊട്ടിത്തെറിയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പം ഞാനിത് ആദ്യം ഫോണെടുത്ത് ഓടി. അത് കഴിഞ്ഞിട്ട് കുറച്ച് പൊട്ടിത്തെറി മാറിയപ്പോഴാണ് ഞാൻ പിന്നെ വന്നത്. ഒന്നുമില്ല, എല്ലാം നല്ല രീതിക്ക് ഒന്ന് ഇറക്കി കൊടുക്കാം. പെരി പെരി അൽഫാം മന്തിയാണ്. കുറച്ച് സ്പൈസി ഇഷ്ടമുള്ളവർക്കാണ് ഈ ഒരു മന്തി ഇഷ്ടമാവുക. എനിക്ക് കുഴിമന്തിനേക്കാളും ഇഷ്ടം അൽഫാം തന്നെയാണ്. കുറച്ചും കൂടി എരിവും. പിന്നെ വീട്ടിലാർക്കും അമ്മയ്ക്കും അച്ഛനൊന്നും ഇങ്ങനെ കുഴിമന്തി ഇഷ്ടമാണ്. അത് വെന്തിട്ടില്ല അങ്ങനത്തെ ഒരു മൈൻഡാണ്. അത് എല്ലാ വീട്ടിലും അങ്ങനെ തന്നെയാണ് തോന്നുന്നു. അതൊന്ന് കുറച്ചൊന്ന് വഴന്ന് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് എടുത്തിടാം. അത് കഴിയുമ്പോൾ പിന്നെ കുറച്ച് മുളക് പൊടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാശ്മീരി മുളക് പൊടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ എരിവില്ലാത്ത മുളക് പൊടിയാണല്ലോ. അപ്പം നല്ല കളറും ഉണ്ടാവും, നമുക്ക് അത്ര എരിവായിട്ട് തോന്നുകയുമില്ല. അങ്ങനത്തെ ഒരു ഇതുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഒർഗാനോ ഇട്ട്, അത് കടയിലൊക്കെ കിട്ടണതാണ് ഒർഗാനോ. അതൊന്ന് കുറച്ചൊന്ന് ഇടാം. അത് ഓപ്ഷനിലാണ്, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് മൊത്തത്തിൽ എല്ലാം കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. അത് കഴിയുമ്പോൾ കുറച്ച് കുരുമുളക് പൊടി, അതിൻ്റെ ആവശ്യത്തിന് തന്നെ 1 സ്പൂണൊക്കെ കുരുമുളക് പൊടി. അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. പിന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മന്തി മസാല. അത് ഏതിൻ്റെ വേണമെങ്കിലും മേടിക്കാം. ഞാൻ ഏതൊരു കമ്പനിയുടെ അവിടെ ചോദിച്ചപ്പോൾ കിട്ടി, അതെടുത്ത് യൂസാക്കി. അത് കഴിഞ്ഞിട്ട് അതെല്ലാം മാറ്റി വയ്ക്കുക. അത് കഴിയുമ്പോൾ നമ്മൾ ചിക്കൻ എടുക്കുക. നമ്മുടെ ചിക്കൻ ഇതെന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ ചെസ്റ്റ് പീസും ഇങ്ങനെ ചിക്കൻ മാത്രം മേടിക്കാൻ പറ്റും. അങ്ങനത്തെ പീസായിട്ട് നമുക്ക് മാത്രം മേടിക്കാൻ പറ്റും. മറ്റേ ഫ്രഷ് ചിക്കനോ ഡെയിലി ഫ്രഷെന്നോ അങ്ങനെ എന്താണ് അതിൻ്റെ പേര്. അപ്പോൾ അതിലാണ് നമ്മൾ മന്തി ഉണ്ടാക്കുന്നത്. ആദ്യം നമ്മൾ മറ്റേ വാട്ടി വെച്ചില്ലേ, ആ വാട്ടി വെച്ചതെല്ലാനും നമ്മളൊന്ന് മിക്സിയിലിട്ട് അരയ്ക്കുക. എന്നിട്ട് അതൊരു മസാല ആയി കഴിഞ്ഞിട്ട് ഈ ഒരു ചിക്കൻ്റെ മേത്ത് ഒന്ന് പുരട്ടി വയ്ക്കുക. പുരട്ടി ഒരു 2 to 3 hours വെക്കുകയാണെങ്കിൽ നല്ലത്. അതുകൊണ്ട് ഞാൻ രാവിലെ മന്തിയുടെ പ്രിപ്പറേഷനൊക്കെ തുടങ്ങിയത്. എന്നിട്ട് 2-3 hours ഒക്കെ വെക്കാം. കാരണം നമ്മളൊരു അൽഫാം മന്തി ആ ഒരു സെറ്റപ്പിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കുഴിമന്തി അല്ല, അൽഫാം മന്തി. എനിക്ക് കുഴിമന്തിനേക്കാൾ ഇഷ്ടം അൽഫാം മന്തിയാണ്. കാരണം അത് കുറച്ചുകൂടി സ്പൈസ് ആണല്ലോ. ഇനി നമ്മുടെ നെക്സ്റ്റ് ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്തി റൈസ് ഉണ്ടാക്കണ പ്രിപ്പറേഷനാണ്. അപ്പോൾ ആദ്യം കുറച്ച് നമ്മൾ എണ്ണ ഒഴിച്ച്, ഇതും റൈസ് ബ്രാൻ ഓയിൽ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കറുകപ്പട്ട, ഏലക്കായ, ഗ്രാമ്പൂ അതെല്ലാം ഇട്ടിട്ട് ഒന്ന് വഴറ്റുക. സാധാരണ നമ്മൾ ബിരിയാണിക്ക് ഒക്കെ ചെയ്യണ ആ സെറ്റപ്പ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ക്യാപ്സിക്കം അരിയതുണ്ടായി, അതെടുത്തിടാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് സവാള, ഇതെല്ലാം ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല രീതിക്ക് ഒന്ന് വാട്ടി മിക്സ് ചെയ്തെടുക്കുക. പിന്നെ മന്തിയുടെ റൈസില്ലേ, അത് നമ്മൾ കടയിൽ നിന്ന് മന്തി റൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പോൾ അത് ഓൾറെഡി ഞാൻ 2-3 മണിക്കൂർ മുമ്പ് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ആഡ് ചെയ്യാനുള്ളത്, നമ്മൾ നേരത്തെ അരച്ച് വെച്ച കുറച്ച് മസാല ഇല്ലേ, ആ മസാല കുറച്ച് ബാക്കി വെച്ചിട്ട് അത് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇടുന്നുണ്ട്. കാരണം നമ്മൾ പറഞ്ഞില്ല, ഞാൻ പെരി പെരി മന്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് സ്പൈസാണ് വേണ്ടത്. അത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച അരി അതൊന്ന് എടുത്തിടുക. അത് കഴിയുമ്പോൾ ഇതിൻ്റെ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ ലെവലാണ്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ അരി ഇട്ട് കഴിയുമ്പോൾ ഒരു 1/2 ഇഞ്ച് ഹൈറ്റിൽ അങ്ങനെയാണ് നിൽക്കേണ്ടത്. പിന്നെ 2-3 മറ്റേ നമ്മുടെ ചിക്കൻ ക്യൂബ്സ് ഇല്ലേ, ചിക്കൻ ക്യൂബ്സ് ഒന്ന് ഇടാം. പിന്നെ അടുത്തതാണ് നമ്മുടെ ബ്ലാക്ക് ലെമൺ. ഇതും നമുക്ക് മാർക്കറ്റ് അങ്ങനെ സാധനങ്ങൾ കിട്ടും. ആ ബ്ലാക്ക് ലെമൺ എടുത്തിടുക. അത് കഴിഞ്ഞിട്ട് അത് മൊത്തം ഒന്ന് ക്ലോസ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് ചിക്കൻ്റെ പരിപാടിയിലേക്ക് കിടക്കാം, അൽഫാമിൻ്റെ പരിപാടിയിലേക്ക് കിടക്കാം. ഒന്നുമില്ല, വീണ്ടും എണ്ണ വെച്ച് അതൊന്ന് ചൂടാക്കി എടുക്കുക. അത്രേ ഉള്ളൂ. ഭയങ്കര സിമ്പിൾ പ്രിപ്പറേഷനാണ് നമ്മൾ അൽഫാമിന് കൊടുക്കുന്നത്. ആ ഒരു മസാലയുടെ ആ ഒരു പ്രിപ്പറേഷൻ മാത്രമേ നമുക്ക് കുറച്ച് ചടങ്ങുള്ളൂ. ബാക്കിയെല്ലാം അൽഫാമിൻ്റെ കാര്യത്തിൽ സിമ്പിളാണ്. അത് കഴിഞ്ഞിട്ട് ഇതേ രണ്ടും വറക്കാനായിട്ട് വെച്ച്, ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് പുതിയായി, എനിക്ക് കഴിക്കണം എന്നുള്ളൊരു രീതിക്ക് എത്തി. അത് കഴിയുമ്പോൾ കുറച്ച് ഇതായി കഴിയുമ്പോൾ ഒന്ന് മറിച്ചിടുക. ഇത് ഞാൻ ചീസൊന്നും ഇട്ടതല്ല കേട്ടോ, അത് എന്താണെന്നറിയില്ല, അങ്ങനെയൊക്കെ വന്നു ചീസൊക്കെ വന്ന പോലെ എന്താണെന്നറിയില്ല. പിന്നെ മറിച്ചിട്ട് കുറച്ച് നേരം അങ്ങനെയൊക്കെ വറുത്തു.
അത് കഴിയുമ്പോൾ അത് മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മുകളിൽ കുറച്ച് സോസിന് വേണ്ടിയിട്ട് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തു. അത് കഴിഞ്ഞിട്ട് കുറച്ച് സോസ് ഒഴിച്ചു. പിന്നെ നമ്മുടെ ചില്ലി ഫ്ലേക്സും ഇല്ലേ, അതും കൂടി ഇട്ടിട്ട് ഞാൻ കുറച്ച് മസാല പോലെ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ ചെയ്തത്. എന്നിട്ട് അതും കൂടി ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് ആ ഒരു അൽഫാമിൻ്റെ മേത്തില്ലേ അത് കുറച്ചൊന്ന് തേച്ച് വെച്ച്. അത് അപ്പോൾ ഒന്ന് കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. സോസിൻ്റെയും കുറച്ച് എരിവും കുറച്ചും കൂടി നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ് അപ്പം അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ. ഇതേ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു പേസ്റ്റ് ഈ ഒരു അൽഫാമിൻ്റെ പുറകെ നിന്ന് മേത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തേച്ച് വയ്ക്കുക. അത് കഴിഞ്ഞ് എനിക്കാണെങ്കിൽ ഒരു പള്ളിപ്പെരുന്നാളിന് പോകാനുണ്ട്. എൻ്റെ ഫ്രണ്ടിൻ്റെ പെരുന്നാളായിരുന്നു. അപ്പം പിന്നെ ഞാൻ ഒരുങ്ങാൻ വേണ്ടി നിന്ന് ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിക്സ് ബ്യൂട്ടിയുടെ ബർഗണ്ടി ബ്ലഷ് എന്നാണ് ഈ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡ്. നമ്മുടെ അൽഫാം റെഡി ആയി കഴിഞ്ഞു. ഈ ഒരു മയോണൈസൊക്കെ ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഈ കാഷ്യൂം ഇതൊക്കെ വെച്ചിട്ട് നല്ലതായിരുന്നു. ഇനി നമുക്ക് ടേസ്റ്റ് നോക്കേണ്ട ആ ഒരു ഇതിലേക്ക് ഇട്ട് എനിക്ക് കൊതിയായിട്ടും പാടില്ല. എൻ്റെ മോൻ കണ്ടാൽ തന്നെ അറിയാം ഞാൻ ഭയങ്കര സന്തോഷത്തിലിരിക്കുകയാണ്. മയോണൈസൊക്കെ കുഴിക്കുമ്പോഴേക്കും അങ്ങോട്ട് സന്തോഷം വന്നിട്ടേ എനിക്ക് ഇരിക്കപ്പുറത്തില്ല. ആ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ ഇരിക്കുന്നത്. എനിക്ക് കഴിക്കണം എന്നുള്ള തൊരയായി. എന്നിട്ട് ക്യാമറ ഒക്കെ സെറ്റ് ചെയ്ത് ഒന്നും കൂടി നിങ്ങളെ മന്തിയൊക്കെ കാണിച്ച് കണ്ട റൈസ് കുറച്ചുകൂടി സ്പൈസ് ആയിട്ടിരിക്കുന്നത്. എന്നിട്ട് ഞാനൊരു ഫസ്റ്റ് ബൈറ്റ് അങ്ങോട്ട് എടുത്ത് എൻ്റെ അമ്മേ ഞാൻ ഇത്രയും ടേസ്റ്റ് ഉണ്ടാകുന്ന പ്രതീക്ഷിക്കണം. കാരണം ഞങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ഒരു മന്തിയാണ്. എനിക്കപ്പം തന്നെ നല്ല ഇഷ്ടമായി. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് പെരുന്നാളിന് പോയിട്ട് ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാണ്ട് അതൊന്നും ഞാൻ നോക്കിയില്ല. ഞാൻ മന്തി കഴിച്ചു, അവിടെ നിന്ന് ഞാൻ ഫുഡ് കഴിച്ചു. എന്താണ് അങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല. അത്രയും കഴിക്കാനുള്ള കപ്പാസിറ്റി എനിക്കുണ്ടായി. കാരണം ഇത് കഴിച്ചു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ അത് കഴിക്കണത്. ഇതൊക്കെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ എൻ്റെ എക്സ്പ്രഷനൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു ലൈം ടീയും കൂടി കഴിച്ച് പിന്നെ ഞാൻ ഫ്രണ്ടിൻ്റെ ഒപ്പം പെരുന്നാളിന് പോകാൻ വേണ്ടി റെഡിയായി സെറ്റായി. പെരുന്നാൾ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തി. പിന്നെ കുറച്ച് 2-3 ക്ലിപ്പ് എടുത്ത് പെരുന്നാളിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നു ഗൈസ്. അപ്പോൾ അത്രയും ഉണ്ടായുള്ളൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ കമൻറ്റ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം. ഓക്കെ ബൈ.